തങ്ങൾ പറഞ്ഞില്ലേ, അവസാന കാലഘട്ടം വരുന്ന സമയത്ത് തുഅ്മറുൽ മലാഇബു വതുഖറബുൽ മസാജിദു, പള്ളിയിൽ സജീവത കുറയും, കളിക്കളങ്ങളിൽ സജീവതയേറും. നമ്മുടെ മലപ്പുറം ജില്ലയിലല്ലേ ഏറ്റവും കൂടുതൽ കളിക്കളങ്ങൾ വന്നത്? ഇസ്ലാമിന്റെ ഈറ്റില്ലവും പോറ്റില്ലവും എന്ന് നമ്മൾ പറയുന്ന, ഏറ്റവും കൂടുതൽ ശുഹദാക്കൾ അന്തിയുറങ്ങുന്ന, ഏറ്റവും കൂടുതൽ സാദാത്തുക്കളുള്ള, ഏറ്റവും വലിയ വലിയ ആലിമീങ്ങൾക്ക് ജന്മം നൽകിയ നമ്മുടെ നാട്ടിലാണ് കളിക്കളങ്ങൾ 24 മണിക്കൂറും സജീവമാകുന്നത്. ലക്ഷങ്ങളല്ലേ ഒരു ദിവസം ചെലവഴിക്കുന്നത്. ആ ലക്ഷങ്ങളുടെ 1% പോലും ഒരു വെള്ളിയാഴ്ച സംഭാവന കൊടുക്കുന്ന പെട്ടിയിൽ വീഴുന്നില്ല. അള്ളാഹുവിന്റെ ദീന് നടത്തുന്നതിന് വേണ്ടി ജുമുഅ നിസ്കാരം കഴിഞ്ഞൊരു പാട്ടപ്പിരിവ് അങ്ങനെ മുന്നോട്ട് പോകുമ്പോ വീഴുന്നതൊരു 10, ഒരു 5, ഒരു 2, ഒരു 1, ഒരു 50, ഒരു 25 പൈസയോ ആണ്. അതേ സമയത്ത് മുസ്ലിമിന്റെ പോക്കറ്റിൽ നിന്ന് ഓരോ ദിനവും ഒഴുകുന്നത് ഒരു മണിക്കൂറിന് 1000 വെച്ചാണ്, 10000 വെച്ചാണ്. ലക്ഷങ്ങളാണ് അങ്ങനെ ചെലവ് ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്. പരിപാലിക്കപ്പെടുന്നതൽ മലാഇബു, കളിക്കേന്ദ്രങ്ങൾ പരിപാലിക്കപ്പെടുന്നു. അതിന് ചൊങ്കും ചൊറുക്കും കൂട്ടുന്നു. അവിടെ AC ഫിറ്റ് ചെയ്യുന്നു. അവിടെ 24 മണിക്കൂറും ചായ കൊടുക്കാൻ ആളുണ്ട്, കാവൽ നിൽക്കാൻ ആളുണ്ട്, ലൈറ്റ് സംവിധാനങ്ങളുണ്ട്, കൊടുക്കാൻ സ്ഥലങ്ങൾ കൊടുക്കാനും ആളുകളുണ്ട്. അതേ സമയത്ത് ആ കാണുന്ന ചെറുപ്പക്കാരുടെ യുവത്വം സുബ്ഹി നിസ്കാരത്തിനൊന്ന് പള്ളിയിലുണ്ടോ? പോകട്ടെ, ഒരു ഇശ ജമാഅത്തിന് പള്ളിയിലുണ്ടോ? ഇത് രണ്ടും ഞാൻ എണ്ണിപ്പറഞ്ഞത് ഡ്യൂട്ടി ഇല്ലാത്ത സമയമല്ലേ. പകലവർ ജോലി സ്ഥലത്തായിരിക്കും, അവിടുന്നോ കിട്ടുന്ന സന്ദർഭങ്ങളിൽ നിസ്കരിച്ചേക്കും. അതേ സമയത്ത് സുബ്ഹിക്കോ ക്ഷീണം മാറുന്നില്ല. 3 മണി സമയം വരെ ഉറക്കമൊഴിച്ച് സ്വന്തം ശരീരത്തിന്റെ ആർത്തുല്ലസിക്കുന്ന വികാര വിചാരങ്ങളെ തൃപ്തിപ്പിച്ചുകൊണ്ട് സുന്ദരമായി കളികളത്തിൽ ലയിക്കുമ്പോ അവൻ പോയി കിടക്കുന്ന വീട്ടില് സുബ്ഹി നിസ്കാരത്തിന് അവന്റെ ശരീരം ഉണരുന്നില്ല. ഉണർത്താൻ ബാപ്പക്ക് കഴിയുന്നില്ല, ഉമ്മക്ക് കഴിയുന്നില്ല. ആ മകൻ സുബ്ഹി വാങ്ക് കൊടുത്ത് പള്ളിയിലേക്ക് അവന്റെ വാഹനവും എടുത്ത് പോകേണ്ടവനാ. ആ ഒരു യുവത്വം അങ്ങനെ നീങ്ങേണ്ടവനാണ്. പക്ഷേ ആ യുവത്വത്തിന്റെ നല്ല പ്രസരിപ്പുള്ള സുന്ദരമായ ഭാഗങ്ങൾ മുഴുവനും തീർന്നു പോകുന്നത് ഈ രൂപത്തിലാണ്. സഹോദരങ്ങളെ, ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, പേടിപ്പെടുത്തുന്നൊരു അഭ്യർത്ഥനയാണ്. ഇതൊക്കെ ലോകത്ത് സംഭവിക്കുമ്പോ ഇനി സംഭവിക്കാനുള്ളത് വലിയ വലിയ അടയാളങ്ങൾ മാത്രമാണ്. അതുകൂടി നടന്നാൽ സമാൻ ഇവിടെ കഴിഞ്ഞുപോയി. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷം മുമ്പ് നമ്മുടെ നാടിനെ സംബന്ധിച്ചും നാഗരികതകളെ സംബന്ധിച്ചും തങ്ങൾ സംസാരിച്ചു പോയി.